എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ICS പരീക്ഷയിൽ പാസ്സായി. പക്ഷേ രാജ്യം അടിമയായത് അദ്ദേഹത്തെ ഉത്കണ്ഠപ്പെടുത്തി. കോൺഗ്രസിൽ നിന്ന് വേർപെട്ട സ്വതന്ത്ര INA സ്ഥാപിച്ചു. ജപ്പാനിന്റെ സഹായത്തോടെ INA ഇന്ത്യയിലേക്ക് ഇറങ്ങി. സ്ത്രീകൾക്കായി റാണി ജയമന്തി ആരംഭിച്ചു. ആദ്യ വനിതാ സൈനിക സംഘം നേതാജി പ്രഖ്യാപിച്ചു. ഗിവ് മീ ഗോൾഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. INA ആസാമിൽ വരെ എത്തി. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ തോറ്റതോടെ പിന്നിട്ട് തിരിഞ്ഞു. 1945 നേതാജി വിമാന അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത ഉണ്ടെങ്കിലും അതിൽ ഇന്നും സംശയമുണ്ട്. അദ്ദേഹം ഭാരതിയുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ.